വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ആനുവൽ എക്സാം 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് ഒരു പാരഗ്രാഫാണ്. ഇത് എന്ത് പാരഗ്രാഫാണ്? നിങ്ങളുടെ പഠിക്കാനുള്ളൊരു സ്റ്റോറിയാണ്, ദ സ്കൂൾ ഓഫ് സിമ്പതി എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിലെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കാം. There you have an essential part of our system in a nutshell. In order to get these young minds to appreciate and understand misfortune, we make them share in misfortune too. എന്താ പറഞ്ഞിരിക്കുന്നത്? There you have an essential part of our system in a nutshell. നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റത്തിൻ്റെ, അതായത് മിസ്റ്റർ ബെയിനോട് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ അവര്. ഞങ്ങളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത് അല്ലേ. ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദിസ് യങ് മൈൻഡ്സ് ടു അപ്രിഷിയേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മിസ്ഫോർച്യൂൺ. അതായത് മിസ്ഫോർച്യൂൺസ് എന്ന് വെച്ചാൽ എന്താ? നിരാലംബരായത്, അതായത് നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെയുള്ള നിരാലംബരായ ആൾക്കാർ അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാനും ഈ മൈൻഡ്സ്, ഈ കുഞ്ഞുങ്ങളെ എന്താണ് നമ്മൾ വി മേക്ക് ദം ഷെയർ ഇൻ ടു മിസ്ഫോർച്യൂൺ ടു, അവരെയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഇൻ ദ കോഴ്സ് ഓഫ് ദ ടേം എവറി ചൈൽഡ് ഹാസ് വൺ ബ്ലൈൻഡ് ഡേ. അപ്പൊ ഈ നിരാലംബരെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഒരു ദിവസം ഇവരെ തന്നെ നമ്മൾ എന്താക്കും, ഇതുപോലൊരു മിസ്ഫോർച്യൂൺ ആയിട്ട് മാറ്റും. ഈ കുട്ടികളെ ഒരു മിസ്ഫോർച്യൂൺ ആയിട്ട് മാറ്റുകയാണ്. അതായത് ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ ദ കോഴ്സ് ഓഫ് ദം എവറി ചൈൽഡ് ഹാസ് വൺ ബ്ലൈൻഡ് ഡേ. ഇവിടെ എന്തുണ്ടാവും? ഒരു ദിവസം ബ്ലൈൻഡ് ഡേ ഉണ്ടാവും, കണ്ണ് കാണാത്ത. ഒരു ദിവസം ലെയിം ഡേ ഉണ്ടാവും, ഒരു ദിവസം ഡെഫ് ഡേ ഉണ്ടാവും, ഒരു ദിവസം ഡം ഡേ ഉണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം കണ്ണ് കാണാത്തവരുടെ, ചെവി കേൾക്കാത്തവരുടെ, സംസാരിക്കാൻ കഴിയാത്തവരുടെ, മുടന്തുള്ളവരുടെ, അങ്ങനെയൊക്കെയുള്ള ഓരോ ദിവസങ്ങൾ ഇങ്ങനെ അനുകരിക്കുകയാണ്. അതായത് ഒരു ദിവസം മുഴുവൻ ഇവിടുത്തെ കുട്ടികളെ അങ്ങനെ നമ്മൾ ഡഫും ഡംബും ആക്കിയിട്ടൊക്കെ മാറ്റും. അതെങ്ങനെ മാറ്റുന്നത്? ഡ്യൂറിങ് ദ ബ്ലൈൻഡ് ഡേ ദെയർ ഐസ് ആർ ബാൻഡേജ്ഡ്. ബ്ലൈൻഡ് ഡേയുടെ ദിവസം നമ്മൾ എങ്ങനെയാണ് അവരുടെ കണ്ണ് മുഴുവൻ ബാൻഡേജും കൊണ്ട് ക്ലോസ് ആക്കും. ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഹോണർ നോട്ട് ടു പീപ്പ്. അപ്പൊ ആ കണ്ണടയ്ക്കുന്ന സമയത്ത്, നമ്മളിപ്പോൾ ഒളിച്ചുകളിയൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണ് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ ദ്വാരത്തിൽ കൂടെയൊക്കെ ഏതെങ്കിലും ഭാഗത്തേക്കൂടെയൊക്കെ നമ്മളിങ്ങനെ നോക്കൂലേ, എവിടെ ഒളിച്ചേക്കുന്ന, മറ്റുള്ളവർ എവിടെ ഒളിച്ചേക്കുന്ന നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ അതുപോലും ചെയ്യരുതെന്നാണ് പറയണത്. ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഹോണർ നോട്ട് ടു പീപ്പ്. അങ്ങനെ പോലും എന്ത് ചെയ്യരുത്, നിങ്ങളൊന്ന് ഒളിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. ഇതൊക്കെ അവരോടുള്ള ഒരു ആദരവാണ്, നമ്മൾ ബ്ലൈൻഡിനോടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള മിസ്ഫോർച്യൂണിനോടുള്ള, നിരാലംബരായോടുള്ള ഒരു ആദരവ്. അവരെങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാവണം. ദ ബാൻഡേജസ് പുട്ട് ഓൺ ഓവർ നൈറ്റ്. ഈ ബാൻഡേജ് രാത്രിയിലും ഉണ്ടാവും. ദേ വേക്ക് അപ്പ് ബ്ലൈൻഡ്. അവർ എണീക്കുന്നത് തന്നെ എന്തായിട്ടാണ്? ബ്ലൈൻഡ് ആയിട്ടാണ്. ദിസ് മീൻസ് ദേ നീഡ് അസിസ്റ്റൻസ് ഇൻ എവറിത്തിങ്. ഇത് അവർക്ക് എന്താ മനസ്സിലാക്കുന്നത്? ഇതിന് അവർക്ക് അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യമുണ്ട് അവർക്ക് എന്തായാലും അസിസ്റ്റൻറ്റിൻ്റെ ആവശ്യം വരും. ആൻഡ് ദെയർ ചിൽഡ്രൻ ആർ ടോൾഡ് ടു ഹെൽപ്പ് ദം ആൻഡ് ലീഡ് ദം അബൌട്ട്. അങ്ങനെ മറ്റുള്ള കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് എന്താണ്, അവരെ ഹെൽപ്പ് ചെയ്യണമെന്നും അവരെ ശ്രദ്ധിക്കണമെന്നും. ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റഡ് ടു ബോത്ത് ഓഫ് ദം ആൻഡ് ബ്ലൈൻഡ് ആൻഡ് ദ ഹെൽപ്പേഴ്സ്. ഇത് രണ്ടുപേർക്കുമുള്ള ടീച്ചിങ് ആണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കുമുള്ള എഡ്യൂക്കേറ്റീവ് ഇൻഫർമേഷനാണ് എന്തെന്നുള്ളത്. ബ്ലൈൻഡിനും, അതായത് ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ആൾക്കും അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നവർക്കും, അതായത് ബ്ലൈൻഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നവർക്കും, പിന്നെ ബ്ലൈൻഡായിട്ട് നിൽക്കുന്നവർക്ക് ബ്ലൈൻഡിൻ്റെ ബുദ്ധിമുട്ടുകളും അവരുടെ പ്രശ്നങ്ങളും അവരെ മനസ്സിലാക്കാനൊക്കെ ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുന്നവർക്കും അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അവർക്കുമുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സാണ് ഇതെന്ന് പറയാണ്. ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നിങ്ങളോട് അത് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഡസ് മിസ് ബി ഡു ടു മേക്ക് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രിഷിയേറ്റ് മിസ്ഫോർച്യൂൺ? എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ എടുത്തെഴുതാൻ കഴിയും. എങ്ങനെയാണ്? ഇൻ ഓർഡർ ടു, ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഓർഡർ ടു മേക്ക് ദ ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രിഷിയേറ്റ് മിസ്ഫോർച്യൂൺ, ഷീ മേക്സ് ദം ഷെയർ ഇൻ ദ മിസ്ഫോർച്യൂൺസ് ടു ഓഫ് അതേഴ്സ്.
അതാണ് എൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കൺസിഡേർഡ് എ പോയിന്റ് ഓഫ് ഹോണർ? എന്താണ്? നോട്ട് ടു പീപ്പ് ത്രൂ ദ ബാൻഡേജ് ഈസ് കൺസിഡേർഡ് എ പോയിന്റ് ഓഫ് ഹോണർ. അതായത് അതിലൂടെ പോലും എന്ത് ചെയ്യരുത്, അവരോടുള്ള ആദരവ് കാണിക്കുന്ന അങ്ങനെയാണ് അല്ലേ. അത് ഒരു ദ്വാരത്തിൽ കൂടെ പോലും എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് നോക്കരുത്. കാരണം നോക്കിക്കഴിഞ്ഞാൽ ബ്ലൈൻഡ് അല്ലല്ലോ പിന്നെ. അപ്പോൾ ബ്ലൈൻഡിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ എന്താണ്, അതിലൂടെ പോലും നോക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നോട്ട് ടു പീപ്പ് ത്രൂ ദ ബാൻഡേജ് ഈസ് കൺസിഡേർഡ് എ പോയിന്റ് ഓഫ് ഹോണർ. തേർഡ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം. വാട്ട് ഡസ് മിസ് ബീം മീൻ ബൈ ഇറ്റ്? എന്താണ്? ഇത് രണ്ടുപേർക്കുമുള്ള എഡ്യൂക്കേറ്റീവ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ രണ്ടുപേർക്കും പഠിക്കാൻ ആവശ്യമായതാണ് അല്ലേ. വാട്ട് ഡസ് മിസ് ബീം മീൻ ബൈ ഇറ്റ്? ഇതെന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ദ ബ്ലൈൻഡ് അല്ലേ. ദ ബ്ലൈൻഡ് എക്സ്പീരിയൻസ് ദ ആക്ച്വൽ പ്രോബ്ലം ഓഫ് എ ബ്ലൈൻഡ് പേഴ്സൺ ആൻഡ് ദ ഹെൽപ്പർ അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. എങ്ങനെയാണ് ആ ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ എന്തറിയാൻ പറ്റും? ബ്ലൈൻഡിന്റെ ആക്ച്വൽ പ്രോബ്ലംസ് എന്താണെന്ന് അറിയാൻ പറ്റും. ഹെൽപ്പറിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഫോർത്ത് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ഫ്രം ദ പാസേജ് ആൻ ഇഡിയം വിച്ച് മീൻസ് ഇൻ ദ ഫ്യൂവസ്റ്റ് പോസിബിൾ വേർഡ്സ്. എന്താണ്? ഇൻ എ നട്ട്ഷെൽ. ഒരു ചെറിയ സംരംഭം എന്നുള്ളതാണ് അല്ലേ. അതായത് നട്ട്ഷെല്ലിൻ്റെ ഉള്ളിൽ ചെറിയ സംരംഭം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, ഇൻ എ നട്ട്ഷെൽ. നെക്സ്റ്റ് റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോയം. ഒരു പോയത്തിൻ്റെ ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന പോയത്തിൻ്റെ കുറച്ച് ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോയിങ്. താഴെപ്പുറത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതുക എന്നാണ് പറഞ്ഞത്. ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡൈഡ്. ദ ഹൗസ് വിത്ഡ്രോ ഇൻ ടു സൈലൻസ്. സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. I was then too young to read, and my blood turned cold like the moon. How often I think of going there to peer through blind eyes of windows, or just listen to the frozen air. നമുക്കിതിൻ്റെ മീനിങ് നോക്കാം. ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡൈഡ്. എന്താണ്? എനിക്ക് സ്നേഹം തന്നിരുന്ന ആ സ്ത്രീ മരിച്ചുപോയി. ദ ഹൗസ് വിത്ഡ്രോ ഇൻ ടു സൈലൻസ്. എന്താണ്? ആ വീട് എന്തിലേക്ക് പോവാണ്? സൈലൻസിലേക്ക്. അതായത് ഇത് കമലാസുരയുടെ അമ്മൂമ്മ, സ്നേഹം കൊടുത്ത അമ്മൂമ്മ മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്നേഹം കിട്ടാതെ വന്നപ്പോൾ അത് ആ വീട് എന്തിലേക്ക് പോയി? സൈലൻസിലേക്ക് പോയി. അതായത് ഏകാന്തതയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. നമുക്കറിയാം ആരും ഇല്ലാത്ത വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? കുറേ പ്രാണികളും അതും ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ അല്ലേ, വീട്ടിൽ ആരും ഇല്ലാത്തപ്പോൾ, വീട്ടിൽ ആരും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറും അല്ലേ. അപ്പോൾ സ്നേക്സ് ഒക്കെ വന്നു. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ് ആൻഡ് മൈ ബ്ലഡ് ടേൺ ടു കോൾഡ് ലൈക്ക് ദ മൂൺ. ഇവിടെയൊക്കെ മുഴുവൻ സൂചിപ്പിക്കുന്നത് അവരുടെ ഏകാന്തതയെ കുറിച്ചാണ്. അവർക്ക് കിട്ടിയിരുന്ന സ്നേഹം നഷ്ടപ്പെട്ടു പോയപ്പോൾ ഉള്ള അവരുടെ വിഷമം, അവരുടെ ആ ഏകാന്തത, അവരുടെ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് ഞാൻ തീരെ ചെറുതായതുകൊണ്ട് എനിക്ക് എന്താണ് വായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഹൗ ഓഫ്റ്റൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദെയർ. ഞാൻ എന്ത് ചെയ്യും? അവിടേക്ക് പോവാൻ, എപ്പോഴും അങ്ങോട്ടേക്കൊന്ന് പോവാനായിട്ട് എൻ്റെ മനസ്സ് ആഗ്രഹിക്കും അല്ലേ. ഞാൻ പോവും. ദെയർ ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. എന്താണ്? എന്തിനു വേണ്ടിയിട്ട് അവരവിടെ പോയിട്ട് എന്ത് ചെയ്യും? ജനലിൽ കൂടെ എന്ത് ചെയ്യും? ജസ്റ്റ് ഇങ്ങനെ ഒളിഞ്ഞ് നോക്കും. ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. അവിടുത്തെ കാറ്റിന് പോലും എന്തായിരുന്നു? ഒരു ഫ്രോസൺ എയർ, മരവിച്ച ഒരു രീതിയിലായിരുന്നു. അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ അർത്ഥം. കമലാസുരയ്യ അവർക്ക് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതാണിത്. പിന്നീട് അവർ ഏകാന്തതയിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ടാക്ടൈൽ ഇമേജ് ഫ്രം എബോവ് ലൈൻസ്. ഇന്നത് പറയുന്നതിൽ ഏതാണ് ടാക്ടിക് ലൈൻസ്? ബ്ലഡ് ടേൺ ടു കോൾഡ് ഫ്രോസൺ എയർ. ഇതാണ്. പിന്നെ വൈ ഡസ് ദ പോയറ്റ് വാണ്ട് ടു ഗോ ബാക്ക് ടു ഹെർ ഹൗസ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകണമെന്ന് വിചാരിച്ചത്? ദ പോയറ്റ് വാണ്ട്സ് ടു ഗോ ബാക്ക് ടു ഹെർ ഹൗസ് ബിക്കോസ് ഷീ ലൈക്സ് ടു പീർ ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് ദ വിൻഡോസ് ഓർ ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. ആ മരവിച്ച കാറ്റിനെ പോലും അത് കേൾക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് ഒളിഞ്ഞങ്ങോട്ട് നോക്കിയിട്ട് അവരുടെ ആ ഒരു ഇത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചത്. ദ എയർ ഇൻ ദ ഗ്രാൻഡ് മദർ ഹൗസ് ഇസ് ഫ്രോസൺ. വൈ? എന്തുകൊണ്ടാണ് എയർ പോലും ഫ്രോസൺ ആണ്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോൺലി ആൻഡ് ഈരി അറ്റ്മോസ്ഫിയർ. അതായത് ആ ഏകാന്തത,
ഒറ്റയ്ക്കുള്ള ആ ഏകാന്തതയാണ് അവർക്ക് ആ എയർ പോലും ഫ്രോസൺ ആയി അല്ലെങ്കിൽ മരവിച്ചു പോയി തണുത്തുറഞ്ഞ പോലെ ആയിപ്പോയി എന്ന് പറയാൻ കാരണം. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലോൺലി ആൻഡ് ഈരി അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റും ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. വെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് എ സസ്പീഷ്യസ് ഡെത്ത്, ഫോറൻസിക് സയൻറ്റിസ്റ്റ് ക്യാൻ ഗെറ്റ് വൈറ്റൽ ഇൻഫർമേഷൻ ഫ്രം എ surprising source. Insects, blowflies, flesh flies, and many species of beetles lay their eggs on dead bodies, often at a specific times soon after death. Other insects, such as coffin flies and soldier flies, prefer to lay their eggs on badly decomposed corpses. By identifying the species, the stages of development the young insect have reached, and the temperature of the surroundings, scientists can figure out how much time has passed since a person died. This information is often very important in homicide or murder investigation. The uses of insects in police work is called forensic entomology. Forensic entomologists help solve many other crimes, for example, by identifying the pest insect present in smuggled shipment of drugs. Police officers can find out the probable country of origin. ഇത് പറയുന്നത് നമ്മളുടെ മറ്റേ ഫോറൻസിക്കിനെ കുറിച്ച് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്തോ എന്തെങ്കിലും വന്ന ഫോറൻസിക് എങ്ങനെയാണ് അത് ഇൻസെക്ട്സിനെ വെച്ചിട്ടൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ഫോറൻസിക് ഈ ഇൻസെക്ട്സിനെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഈ പോലീസിൻ്റെ വർക്കിനെ പറയുന്നതാണ് ഫോറൻസിക് എൻറ്റമോളജി എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് തന്നിരിക്കുകയാണ്. ഇതിൽ ഹു ഗീവ്സ് എസ് വൈറ്റൽ ഇൻഫർമേഷൻ അബൌട്ട് സസ്പീഷ്യസ് ഡെത്ത്, നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാൻ വരും. ആരാണ് ആ സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്തിന് വേണ്ടിയിട്ട് വൈറ്റൽ ഇൻഫർമേഷൻ നൽകുക? ഹു ഗീവ്സ് എസ് വേരിയസ് ഇൻസെക്ട്. ആ പാരഗ്രാഫിൽ തന്നെ സിമ്പിളാണ്, ഇത് നമുക്ക് സിമ്പിളായിട്ട് എടുത്തെഴുതാം. വാട്ട് ഈസ് മെൻ ബൈ ഫോറൻസിക് എൻറ്റമോളജി? എന്താണ് ഫോറൻസിക് എൻറ്റമോളജി എന്ന് പറഞ്ഞാൽ? ദ യൂസ് ഓഫ് ഇൻസെക്ട് ഇൻ പോലീസ് വർക്ക് ഈസ് കോൾഡ് ഫോറൻസിക് എൻറ്റമോളജി. പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്തെഴുതാം. നെക്സ്റ്റ് 11ാമത്തെ, ഹൗ ഇസ് ഫോറൻസിക് എൻറ്റമോളജി ഹെൽപ്ഫുൾ ഇൻ ഫൈൻഡിങ് ഔട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് സ്മഗ്ലിഡ് ഡ്രഗ്സ്? എങ്ങനെയാണ്? ബൈ ഐഡൻറ്റിഫൈയിങ്, ഇവിടെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ്? ബൈ ഐഡൻറ്റിഫൈയിങ് ദ പെസ്റ്റ് ഇൻസെക്ട് പ്രസൻറ്റ് ഇൻ എ സ്മഗ്ഡ് ഷിപ്മെൻറ്റ് ഓഫ് ഡ്രഗ്സ്. എങ്ങനെയാണ്? ബൈ ഐഡൻറ്റിഫൈ ദ പെസ്റ്റ് ഇൻസെക്ട് പ്രസൻറ്റ് ഇൻ സ്മഗ്ഡ് ഗുഡ്സ്, പോലീസ് ക്യാൻ ഫൈൻഡ് ഔട്ട് ദെയർ കൺട്രി ഓഫ് ഇറ്റ്സ് ഒറിജിൻ. അത് പാരഗ്രാഫിൽ തന്നെ തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എടുത്തെഴുതുക. ഇത് പാരഗ്രാഫിൽ നമുക്ക് ഡയറക്റ്റ് എടുത്തെഴുതാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻ ദാറ്റ് സജസ്റ്റ് ഹൈലി ഡീകമ്പോസ്ഡ് ഡെഡ് ബോഡീസ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ബാഡ്ലി ഡീകമ്പോസ്ഡ് കോർപ്സസ്. എന്താണ്? ബാഡ്ലി ഡീകമ്പോസ്ഡ് കോർപ്സസ്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ഇ.വി. ലൂക്കാസ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഹിൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ഹിൻസുകൾ വെച്ചിട്ട് ഒരു പ്രൊഫൈല് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പ്രൊഫൈലിൽ ആരെക്കുറിച്ചാണ്? ഇ.വി. ലൂക്കാസ്. ആരെക്കുറിച്ചാണ്? ഇ.വി. ലൂക്കാസ്. ആദ്യം തന്നെ നെയിം, അയാളുടെ ഫുൾ നെയിം തന്നിട്ടുണ്ട്. ആരാണ്? എഡ്വേർഡ് വെറൽ ലൂക്കാസ്. ബർത്ത് എന്താണ്? 12/6/1868. പ്ലേസ് ഓഫ് ബർത്ത് ലണ്ടൻ. അദ്ദേഹത്തിൻ്റെ കരിയർ ഹ്യൂമറിസ്റ്റ്, എസ്സേയിസ്റ്റ്, ബയോഗ്രാഫർ, പോയറ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. പിന്നെ മേജർ വർക്ക് ലിസണേഴ്സ് ലൂർ, വൺ ഡേ ആൻഡ് അനദർ, ഓൾഡ് ലാൻഡ്സ് ഫോർ ന്യൂ. അദ്ദേഹം മരണപ്പെട്ടത് 26 ജൂൺ 1938. ഇനി നിങ്ങളോട് അതിൻ്റെ ഇത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്രൊഫൈല്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് എഴുതാം. എങ്ങനെ എഴുതണം? ഇ.വി. ലൂക്കാസ്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പേര് എഴുതണം, അദ്ദേഹത്തിൻ്റെ ജനനം ടു മരണം എഴുതണം. 1868 to 1938. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ എഴുത്തിൽ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുന്നത് നല്ല ഇതായിരിക്കും. പിന്നെ എന്താണ്? എഡ്വേർഡ് വെറൽ ലൂക്കാസ് വാസ് ബോൺ ഇൻ എവിടെയാണ്? ലണ്ടൻ ഓൺ 12th June 1868. ഹി കോൺട്രിബ്യൂട്ട് മച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് literature as a humorist, essayist, biographer, poet, and short story writer. His major works are Listeners, Lure, One Day and Another, and Old Lamps for New. He died on 26 June 1938. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു പ്രൊഫൈല് എഴുതേണ്ടത്. Next 14th question. Imagine you were present at the court of the Duke of Venice at the time of trial of Antonio cases. Prepare a paragraph. നിങ്ങൾ എന്താണ്? അന്റോണിയോയുടെ കേസിനായിട്ട് എന്താണ് ട്രയലിന് വേണ്ടിയിട്ട് വെനീസിലെ ഡ്യൂക്കിൻ്റെ അവിടെ വന്നിരിക്കുകയാണ് അല്ലേ?
അപ്പോൾ ആ കോർട്ടിൽ വച്ചിട്ട് നടക്കുന്ന ആ ട്രയലിനെ കുറിച്ച് നിങ്ങൾ അവിടെ ഉണ്ടെന്ന് ഇമാജിൻ ചെയ്ത് ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ്. ആ കോർട്ടിൽ ട്രയൽ നടക്കുമ്പോൾ നിങ്ങളും അവിടെ പ്രസന്റ് ആണ് എന്നുള്ള രീതിയിൽ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ദ ട്രയൽ സ്റ്റാർട്ടഡ് ദറ്റ് കോർട്ട് ഓഫ് ഡ്യൂക്ക് ഓഫ് വെനീസ്. എവിടെയാണ് ട്രയൽ നടക്കുന്നത്? ഡ്യൂക്ക് ഓഫ് വെനീസ്. വെനീസിലെ ഡ്യൂക്കിന്റെ കോർട്ടിലാണ് അല്ലേ. ഈ യങ് ലോയർ നെയ്മഡ് ബെൽത്താസർ entered the court to plead for അന്റോണിയ. അന്റോണിയയ്ക്ക് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്ന ആരാണ്? ബെൽത്താസർ. ബെൽത്താസർ ആരാണ്? പോർഷ്യ അല്ലേ, നമ്മുടെ ആന്റണിയുടെ ഫ്രണ്ടിന്റെ വൈഫാണ്. ഒരു വേഷം മാറി വന്നേക്കണെയാണ് ബെൽത്താസർ ആയിട്ട്. ബെൽത്താസർ റീഡ് ദ ബോൺ ആൻഡ് ടോൾഡ് ദ ഷൈലോക്ക് ഹാഡ് എ റൈറ്റ് ഓഫ് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിലാണ് പാരഗ്രാഫ് എഴുതേണ്ടത്. ബെൽത്താസർ എന്താ വായിക്കുന്നത്? ആ ബോണ്ട് വായിച്ചു നോക്കിയിട്ട് എന്താ പറയുന്നത്? ഷൈലോക്കിന് എന്തുണ്ട്? ഈ പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. കാരണം ആ ബോണ്ടിൽ അങ്ങനെയാണ് പറയുന്നത് അല്ലേ. കൊടുത്ത പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ, ഇത്ര പറയുന്ന ആ കറക്റ്റ് ഡേറ്റിനുള്ളിൽ തിരിച്ചു തന്നില്ലെങ്കിൽ അന്റോണിയയുടെ ഫ്ലഷ്, ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് വേണം എന്നായിരുന്നു ആ ബോണ്ടിൽ ഉണ്ടായിരുന്നത്. ഷൈലോക്ക് ഫെൽറ്റ് ഹാപ്പി ആൻഡ് സ്റ്റാർട്ടഡ് ടു ഷാർപ്പൺ ഹിസ് നൈഫ്. ഷൈലോക്ക് അത് കേട്ട് ഹാപ്പി ആയിട്ട് അവൻ്റെ നൈഫ്, കത്തി മൂർച്ച കൂട്ടി ഇല്ലേ, മൂർച്ച കൂട്ടാനായിട്ട് അവൻ്റെ ഷാർപ്പൻ ചെയ്തു. അപ്പോൾ അവൻ്റെ ബെൽത്താസർ, അതായത് ആന്റോണിയുടെ ലോയർ തന്നെ തനിക്ക് അനുകൂലമായി പറഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി. ദെൻ ബെൽത്താസർ ആസ്ക്ഡ് ഷൈലോക്ക് ടു ഷോ മേഴ്സി. വീണ്ടും ആ ഷൈലോക്കിനോട് പറയാണ്, നീ ഒന്ന് ദയവ് ചെയ്ത് കുറച്ച് ദയ കാണിക്കൂ എന്ന് പറയാണ്. ബട്ട് ഷൈലോക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് ദ പെനാൽറ്റി സ്റ്റേറ്റഡ് ഇൻ ദ ബോണ്ട്. പക്ഷെ ഷൈലോക്ക് എന്താ പറയണത്? നിങ്ങൾ എത്ര പെനാൽറ്റി തന്നാലും ഞാൻ എന്താണ്, എൻ്റെ ബോണ്ടിൽ നിന്ന് പിന്മാറില്ല. എനിക്ക് ആ ബോണ്ട് മാത്രം, ആ ബോണ്ടിൽ പറയുന്ന പെനാൽറ്റി മാത്രം മതി. ബസാനിയോ ഓഫേർഡ് ഹിം 3000 ducats as many times over as he should deserve. ബസാനിയോക്ക് വേണ്ടിയാണ് ആന്റോണിയോ എന്താണ് ഷൈലോക്കിൻ്റെ കയ്യിൽ നിന്ന് പണം, മണിലാൻഡിന് പണം മേടിച്ചത് അല്ലേ. പക്ഷെ ബസാനിയോ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ 3000 ducats ഞാൻ നിനക്ക് തരാം, ഓഫർ ചെയ്യാം, അല്ലെങ്കിൽ നീ പറയണ അതിർത്തോളം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ടും എന്ത് ചെയ്തില്ല? ഷൈലോക്ക് റിഫ്യൂസ്ഡ്. അതൊക്കെ ഷൈലോക്ക് നിരസിക്കുകയാണ്. ഷൈലോക്കിന് എന്ത് മാത്രം മതി? മറ്റേ ആന്റോണിയുടെ എന്താണ് ഫ്ലഷ് മാത്രം മതി, പൗണ്ട് ഓഫ് ഫ്ലഷ് മാത്രം മതി. Ducats and many times as or should desire. Shylock refused it. Balthazar read the bond again and said that according to the bond, Shylock had the right to cut off pound flesh from Antonia's chest without shedding even a drop of blood. എന്നിട്ട് വീണ്ടും ബെൽത്താസർ എന്ത് ചെയ്യാണ്? ബോണ്ട് വീണ്ടും വായിച്ചു നോക്കുവാണ്. അതായത് ബെൽത്താസർ എന്ന് പറഞ്ഞത് ആരാണ്? പോർഷ്യയുടെ അല്ല, പോർഷ്യയാണ് ആന്റോണിയുടെ ലോയറാണ് അല്ലേ. അപ്പോൾ ബെൽത്താസർ വീണ്ടും എന്ത് ചെയ്യാണ്? ആ ബോണ്ട് വായിച്ചു നോക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഷൈലോക്കിന് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്, ഒരു പൗണ്ട് ഫ്ലഷ് എന്ത് ചെയ്യാൻ, കട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഫ്രം എവിടെ നിന്നാണ്? ആന്റോണിയുടെ ചെസ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം, വിത്തൗട്ട് ഷെഡിങ് ഈവൻ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ബ്ലഡ് വീഴാനായിട്ട് പാടില്ല. കാരണം ബ്ലഡ് എന്താണ് ഷൈലോക്കിന് എടുക്കാമെന്ന് ഈ ബോണ്ടിൽ ഇല്ല. ഒരു പൗണ്ട് ഓഫ് ഫ്ലഷ് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആന്റോണിയുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് താഴെ വീഴാൻ പറ്റില്ല. ബ്ലഡ് വീഴരുതെന്നുള്ളത്, ബ്ലഡ് വീഴാൻ പാടില്ല. അങ്ങനെ ബ്ലഡ് വീഴാം അല്ലെങ്കിൽ ബ്ലഡ് ഷൈലോക്കിന് എടുക്കാം എന്നുള്ളൊരു റൂള് ആ ബോണ്ടിൽ ഇല്ല. ഹി ഹാഡ് നോ റൈറ്റ് ഫോർ ബ്ലഡ്. ആ ബ്ലഡിനുള്ള അവകാശം നിനക്ക് ഇല്ല. ഷൈലോക്ക് റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു കട്ട് ഓഫ് ദ ഫ്ലഷ് വിത്തൗട്ട് ഷെഡിങ് ഈവൻ ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. ഒരു തുള്ളി ബ്ലഡ് പോലും വീഴാണ്ട് ആ ഫ്ലഷ് എടുക്കുന്നത് പോസിബിളായ കാര്യമല്ല എന്ന് ഷൈലോക്ക് റിയലൈസ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. ഹി വാസ് റെഡി ടു അക്സെപ്റ്റ് ദ മണി. അങ്ങനെ മണി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അയാൾ റെഡി ആവുന്നു. ബട്ട് ബെൽത്താസർ സെഡ് ദാറ്റ് ബൈ ദ ലോ ഓഫ് വെനീസ് ഹിസ് വെൽത്ത് വാസ് ഫോർട്ടിഫൈഡ് ടു ദ സ്റ്റേറ്റ് ഫോർ ഹാവിങ് കൺസ്പയർഡ് അഗൈൻസ്റ്റ് ദ ലൈഫ് ഓഫ് വൺ ഓഫ് ഇറ്റ്സ് സിറ്റിസൺ. പക്ഷേ ബെൽത്താസർ എന്താ പറയുന്നത്? വെനീസിലെ നിയമം അനുസരിച്ച് എന്താണ്, ഒരു സിറ്റിസണിൻ്റെ ലൈഫിന് തന്നെ അഗൻസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തതുകൊണ്ട് നമ്മുടെ ഷൈലോക്കിൻ്റെ സ്വത്തൊക്കെ സ്റ്റേറ്റിന് കൊടുക്കണമെന്ന് പറയണത്. ദെൻ ദ ഡ്യൂക്ക് സെഡ് ദ ഹാഫ് ഓഫ് ഷൈലോക്ക് വെൽത്ത് ബിലോങ് ടു അന്റോണിയ ആൻഡ് അതർ ഹാഫ് കെയിം ടു സ്റ്റേ. അങ്ങനെ ഡ്യൂക്ക് വിധിക്കുകയാണ് ഷൈലോക്കിൻ്റെ സ്വത്തിൻ്റെ കുറച്ച് ബിലോങ് ടു ദ കുറച്ച് ഭാഗം ആർക്കാണ്? ആന്റോണിയക്കും, ബാക്കി ഹാഫ് എങ്ങോട്ടേക്കും വേണം? സ്റ്റേറ്റിന്, വെനീസിനും കൊടുക്കണമെന്ന് പറയാണ്. ഹി റിലീസ്ഡ് ആന്റോണിയ. അങ്ങനെ ഡ്യൂക്ക് ആന്റോണിയനെ റിലീസ് ചെയ്തു. അപ്പം നിങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള ഇമാജിൻ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ആ സംഭവം, അവിടെ നടന്ന സംഭവങ്ങളെ വിവരിച്ച് പാരഗ്രാഫായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
15th question. The girl in the story, the nightingale and the rose, felt guilty about her behavior towards the student and decided to write a letter for him expressing her repentance. How would be her likely letter? എന്താണ് ദ നൈറ്റിംഗേൾ ആൻഡ് ദ റോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ഗേളിന് ആ ബോയിനോട് അവൾ ചെയ്ത ആ ക്രൂവലിറ്റി ഓർത്തിട്ട് ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവുകയാണ്. അന്നേരം അവന് പിന്നെ തിരിച്ചൊരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീൻ കോട്ടേജ്, പാലസ് സ്ട്രീറ്റ്, ഡേറ്റ് ഒക്കെ കൊടുത്തിട്ട് എഴുതുക. മൈ ഡിയർ ഫ്രണ്ട്, കുഡ് യു ഫോർഗീവ് മീ മൈ ഡിയർ, നീ എന്നെ മറന്നോ? ഐ വാസ് റൂഡ് വെൻ യു കെയിം ടു മീ വിത്ത് ദ റോസ്, നീ ആ റോസുമായി എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിന്നെ റൂഡായിട്ട് പെരുമാറി. ആ റോസ് എങ്ങനെ കിട്ടിയെന്നൊക്കെ നമുക്കറിയാം. ബോയ് ഇരുന്ന് കരഞ്ഞപ്പോൾ ഒരു നൈറ്റിംഗേള് എല്ലായിടത്തോടെ അന്വേഷിച്ച് നടക്കുകയും അവസാനം അവൻ്റെ ജീവൻ ബലിയർപ്പിച്ചിട്ട് അതിന് റെഡ് കളർ കൊടുത്തിട്ട് ആ പൂവാണ് അവൻ കൊണ്ടുപോയി ആ ഗേളിന് കൊടുത്തത്. അപ്പം ആ ഗേള് എന്താണ് അത് വേണ്ട എനിക്കെന്ന് പറയുകയും അവൻ്റെ കൂടെ ഡാൻസ് കളിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്തു. അപ്പം അവൻ ആ വിഷമത്തിൽ അത് വലിച്ചെറിയുകയും ഒരു കാട്ട്, അതായത് ഒരു വണ്ടി വന്ന് അതിൻ്റെ മേലെ കയറി അത് ചതഞ്ഞറിഞ്ഞ് പോവുകയുമാണ് ചെയ്യുന്നത്. അപ്പം ആ കഥയെ ബേസ് ചെയ്തിട്ടാണ് ഈ ലെറ്റർ എഴുതേണ്ടത്. അപ്പം പിന്നീട് അവൾക്ക് അത് റിയലൈസ് ചെയ്യാണ്, വിഷമം തോന്നുകയാണ് അവനോട് ചെയ്ത ആ റൂഡ് പെരുമാറ്റത്തെക്കുറിച്ച്. അപ്പം ഐ വാസ് റൂഡ് വെൻ യു കെയിം ടു മീ വിത്ത് ദ റോസ്, നീ ആ റോസുമായിട്ട് വന്നപ്പോൾ ഞാൻ നിന്നോട് റൂഡായിട്ട് പെരുമാറി. ഐ ഫോർഗോട്ട് മൈസെൽഫ് ആൻഡ് വാസ് ടെംപ്റ്റഡ് ബൈ ദ ജുവൽ സെൻഡ് ബൈ ദ ചാംബർലിൻസ് നെഫ്യൂ. ചാംബർലിൻസ് നെഫ്യൂ അതായത് സഹോദരിയുടെ മരുമകൻ, ആ നെഫ്യൂ എന്താണ് എനിക്ക് തന്നുവിട്ട ജുവൽസും ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു. നൗ ഐ നോ ഹൗ ടെറിബിളി റോങ് ഡു യു, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഐ ഫീൽ റിയലി അഷെയിംഡ് ഓഫ് മൈ ബിഹേവിയർ, എൻ്റെ പെരുമാറ്റത്തെ ഓർത്തിട്ട് എനിക്ക് അഷെയിം തോന്നുന്നു. ഐ ബെഗ് യു ദറ്റ് ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ് മൈ ഫോൾട്ട്, എൻ്റെ തെറ്റുകളൊക്കെ നീ പൊറുക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ലെറ്റ്സ് ബി ഗുഡ് ഫ്രണ്ട്സ് ഒക്കെ, നമുക്ക് വീണ്ടും നല്ല ഫ്രണ്ട്സായിട്ട് തുടരാം. ലവ് മരിയ. അങ്ങനെ ഒരു ലെറ്റർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Next 16th question. The English club of your school has decided to stage play based on the lesson Rosa Parks sat still. Prepare a notice of inform the staff and the students about the program. ഒരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറഞ്ഞാണ്. റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ റോൾ പ്ലേ ആയിട്ട് സ്റ്റേജ് പ്ലേ ആയിട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് പറയുന്നത്. നോട്ടീസ് എഴുതുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നമ്മൾ നോട്ടീസിന് ഹെഡിങ് കൊടുക്കണം. പിന്നെ നമ്മുടെ സ്കൂൾ ഏതാണോ അത് കൊടുക്കുക. ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂൾ അങ്ങനെ പേരൊന്നും എഴുതണ്ട, ABC സ്കൂൾ, പിന്നെ സ്ഥലം, പിന്നെ ഫ്രണ്ട്സ്. ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു സ്റ്റേജ് പ്ലേ ബേസ്ഡ് ഓൺ the lesson Rosa Parks still on Friday 10th January 2025 at 2:30 PM in our school auditorium. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആരാണിത് നടത്തുന്നത്? ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ, നമ്മുടെ ഇംഗ്ലീഷ് ക്ലബ്ബാണ് നടത്തുന്നത്. സ്കൂളിൽ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ദ ലെസൺ റോസാ പാർക്ക് സാറ്റ് സ്റ്റിൽ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് പ്ലേ ആണ് നടക്കുന്നത്. എന്നാ നടക്കുന്നത്? ഫ്രൈഡേ 10th January 2025. ഏത് ടൈമിലാണ് നടക്കുന്നത്? 2:30 PM. എവിടെയാണ് നടക്കുന്നത്? ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഒരു നോട്ടീസ് എഴുതുമ്പോൾ വേണം. വി കോഡ്ലി ഇൻവൈറ്റ് ഓൾ ദ സ്റ്റാഫ് ആൻഡ് സ്റ്റുഡൻറ്റ് ടു വാച്ച് അവർ പെർഫോമൻസ് ആൻഡ് എൻകറേജിങ് അസ്. എന്താണ്, നിങ്ങൾ സ്റ്റാഫിനെയും സ്റ്റുഡൻസിനെയും ഈ പെർഫോമൻസ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു, ക്ഷണിക്കുന്നു. സിഗ്നേച്ചർ ഇത് എഴുതുക. ഇത് ഏത് പ്രോഗ്രാം സ്കൂളിൽ വെച്ച് നടത്തുന്നതിനെ കുറിച്ചും നോട്ടീസ് എഴുതുമ്പോൾ ഈ വക കാര്യങ്ങൾ നമുക്ക് എഴുതാം. ഇവിടെ ഈ ലെസൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപോലെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതാവുന്നതാണ്. 17th question. The professor's daughter became very happy when she got some real jewels from the Chamberlain's nephew. Before going to bed, she noted her feelings in her diary. What would be in her notes? ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞത്. ആ പ്രൊഫസർ ഡോട്ടറിന് എന്ത് കിട്ടുന്നുണ്ട്? ആ ചാമ്പർലിൻ നെഫ്യൂയുടെ കയ്യിൽ നിന്ന് റിയൽ ജുവൽസ് അല്ലേ, ജുവൽസ്, ഡ്രസ്സിന് ചെയ്യുന്ന ജുവൽസ് കിട്ടുന്നുണ്ട്. അപ്പം അന്ന് രാത്രി അവൾ എഴുതാൻ സാധ്യതയുള്ള ഡയറി എഴുതുക. ഡയറി എഴുതുമ്പോൾ ഡേറ്റും ഡേയും മന്തും എഴുതുക. അൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമാണ്. ദ ചാമ്പർലിൻസ് നെഫ്യൂ ലവ്സ് മീ സോ ഡിയർലി, ഹിസ് ഗിഫ്റ്റ് ഈസ് എ ക്ലിയർ എവിഡൻസ്. എന്താണ്, ചാമ്പർലിൻ നെഫ്യൂ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഹിസ് ഗിഫ്റ്റ് ഈസ് അവൻ്റെ ഗിഫ്റ്റ് തന്നെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ്. ഐ വിൽ സർട്ടൻലി ഡാൻസ് വിത്ത് ഹിം ദ പ്രിൻസസ് ബോൾ ടിൽ ഡൗൺ. ഞാൻ അവൻ്റെ കൂടെ ഡാൻസ് ചെയ്യും. ഹൗ ബ്യൂട്ടിഫുൾ ദീസ് ജുവൽസ് ഗോ വിത്ത് മൈ ഡ്രസ്. അതെൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ്.
മൈ ബോയ് ഫ്രണ്ട് വിൽ ബ്രിങ് എ റോസ് ഫോർ മീ ടുമോറോ. എൻ്റെ ബോയ് ഫ്രണ്ട് നാളെ എന്താണ് റോസും കൊണ്ട് വരും. ഐ വിൽ ഫ്രാങ്ക്ലി റിജക്റ്റ്. ഞാൻ എന്തായാലും അത് റിജക്റ്റ് ചെയ്യും. ഇറ്റ് മൈ പെയിൻ ഹിം. ഐ വോണ്ട് കെയർ ഹൗ ബ്യൂട്ടിഫുൾ ഐ വിൽ ബി വിത്ത് ദിസ് റിയൽ ജുവൽസ്. ഐ എം റിയലി ഫോർച്ചുനേറ്റ്. അപ്പോൾ അവളുടെ സന്തോഷം വെച്ചുകൊണ്ടുള്ള ഒരു ഡയറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ലുക്ക് അറ്റ് ദ പൈ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ ഒരു പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിച്ച് ഇസ് ദ മോസ്റ്റ് ഫേവറേറ്റ് പാസ്റ്റ് ടൈം ഓഫ് മെജോറിറ്റി ഓഫ് ഹൗസ് വൈഫ്സ്. ഏറ്റവും കൂടുതൽ ഏതിനു വേണ്ടിയായിരിക്കും ചിലവഴിക്കുന്നത് ഹൗസ് വൈഫ്സ്? വാച്ചിങ് ടി വി 35%, അല്ലേ? അപ്പം ആദ്യത്തെ ആൻസർ എന്താണ്? വാച്ചിങ് ടി വി. രണ്ടാമത്തെ വിച്ച് ഇസ് ദ ലീസ്റ്റ് പോപ്പുലർ പാസ്റ്റ് ടൈം എമംഗ് ഹൗസ് വൈഫ്സ്. ഏതായിരിക്കും കുറവ് ഏതിനു വേണ്ടിയിട്ടായിരിക്കും? എംബ്രോയിഡറി 3%. ഏതായിരിക്കും? എംബ്രോയിഡറി. അതാണ് എന്ത് കുറവ് ടൈം. 20th ക്വസ്റ്റ്യൻ നെയിം ദ പാസ്റ്റ് ടൈം എമംഗ് ഹൗസ് വൈഫ്സ് ദാറ്റ് ഈസ് സെക്കൻഡ് ടു ദ മോസ്റ്റ് പോപ്പുലർ ടൈം. ഏറ്റവും രണ്ടാമത്തെ തവണ, അതായത് ടി വി കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ചിലവഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗാർഡനിങ്. കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഗാർഡനിങ്. സെക്കൻഡ് മോസ്റ്റ്. 21 വിച്ച് പാസ്റ്റ് ടൈം ഇസ് മോർ പോപ്പുലർ ദാൻ എംബ്രോയിഡറി ബട്ട് ലീസ്റ്റ് പോപ്പുലർ ദാൻ സോഷ്യൽ വർക്ക്. എംബ്രോയിഡറിനേക്കാൾ കൂടുതലും പക്ഷെ സോഷ്യൽ വർക്കിനേക്കാൾ കുറവുമായിട്ടുള്ളത്. അതാണ് നോക്കേണ്ടത്. സോഷ്യൽ വർക്കിനേക്കാൾ കുറവും എംബ്രോയിഡറിനേക്കാൾ കൂടുതലും. ഏതിനു വേണ്ടിയിട്ടാണ്? റീഡിങ്, അല്ലേ? സോഷ്യൽ വർക്കിനേക്കാൾ കുറവാണ് എന്നുള്ള എംബ്രോയിഡറിയേക്കാൾ കൂടുതലാണ്. ഏതിനാണിപ്പോൾ? റീഡിങ്. ഇങ്ങനെ ഒരു എന്തെങ്കിലും ഡയഗ്രാം, ബാർ ഡയഗ്രോ പൈ ഡയഗ്രോ ഒക്കെ തന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് നിങ്ങളത് കണ്ടെത്താനുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 22nd ക്വസ്റ്റ്യൻ there are a few errors in the passage given below, edit them. ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട്, അത് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. The day of trial was arrived എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്ത് വേണ്ട? was വേണ്ട. The day of trial arrived. Antonio not asked for mercy എന്നാണ് കുറച്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്ത് വേണം? did not asked for mercy എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അന്റോണിയോ did not ask എന്ത് വേണ്ട? ed വേണ്ട. എന്ത് വേണ്ട? ed വേണ്ട. did not ask for mercy. ക്ലിയർ ആയോ? ആദ്യം ദ ഡേ ഓഫ് ട്രയൽ വാസ് അറിവ്ഡ് എന്നല്ല വേണ്ടത്, ദ ഡേ ഓഫ് ട്രയൽ അറിവ്ഡ്, അല്ലേ? ARRIVED. വാസ് വേണ്ട. അന്റോണിയോ ഡിഡ് നോട്ട് ആസ്ക്ഡ് അല്ല, ഡിഡ് നോട്ട് ആസ്ക് ഫോർ മേഴ്സി ബിക്കോസ് ഹി ന്യൂ എന്താണ്? വെൽ ദാറ്റ് ഷൈലോക്ക് വാസ് unlike to grant him any mercy. ഷൈലോക്കിന്റെ കയ്യിൽ നിന്ന് ഒരു ദയ കിട്ടില്ല എന്ന് അവന് അറിയാം. ഇവിടെ അൺലൈക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് അൺലൈക്ക് അല്ല വേണ്ടത്, അൺലൈക്ലി. എന്താണ്? അൺലൈക്ലി എന്നാണ് എഴുതേണ്ടത്. ടു ഗ്രാൻഡ് ഹിം എനി മേഴ്സി. അപ്പം 3 എണ്ണമാണ് തെറ്റുള്ളത്. ആദ്യത്തിൽ വാസ് വേണ്ട, രണ്ടാമത്തിൽ ആസ്ക്ഡ് വേണ്ട, 3 അൺലൈക്ലി എന്ന് എഴുതുക. 23rd question find out the noun phrases in the subject position in the following sentences. താഴെ കൊടുത്തിരിക്കുന്നതിൽ noun phrases in the subject position in the following sentence. സബ്ജക്ട് പൊസിഷൻസ് കാണുന്ന noun phrasesനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ എന്താണ്? എ ബ്രൈറ്റ് പാച്ച് ഓഫ് ബ്ലൂ അപ്പിയേഴ്സ് ഇൻ ദ സ്കൈ. എന്താണ് ഇതിൽ വരുന്നത്? എ ബ്രൈറ്റ് പാച്ച് ഓഫ് ബ്ലൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? noun phrase ആയിട്ട് വരുന്നത്. ഇൻ ദ സബ്ജക്ട് പൊസിഷനിൽ കാണുന്ന noun phrase ഏതാണ്? എ ബ്രൈറ്റ് പാച്ച് ഓഫ് എന്താണ്? എ ബ്രൈറ്റ് പാച്ച് ഓഫ് ബ്ലൂ. രണ്ടാമത്തേത് എന്താണ്? ഡെത്ത് ഈസ് എ ഗ്രേറ്റ് പ്രൈസ് ടു പേ ഫോർ എ റെഡ് റോസ്. ഡെത്ത് ആണ് noun phrase ആയിട്ട് വരുന്നത്.
താഴെ ലുക്ക് അറ്റ് ദ ഫോളോയിങ് വേർഡ് പിരമിഡ്. ഒരു വേർഡ് പിരമിഡ് തന്നിട്ടുണ്ട്. ട്രീ, ദ ബിഗ് ട്രീ വിത്ത് യെല്ലോ ഫ്ലവേഴ്സ്. ദ ബിഗ് ട്രീ വിത്ത് യെല്ലോ ഫ്ലവേഴ്സ് ദറ്റ് സ്റ്റാൻഡ് ഓൺ ദ ഫുട്പാത്ത്. നൗ കൺസ്ട്രക്ട് എ സിമിലർ വേർഡ് പിരമിഡ് യൂസിങ് ദ വേർഡ് ഗാർഡൻ. ഇതുപോലെ തന്നെ ഗാർഡൻ യൂസ് ചെയ്തിട്ട് നിങ്ങളോട് എഴുതാനാ പറയണം. അപ്പം എന്തെന്ന് വരും? മുകളിൽ നമുക്ക് എന്തെന്ന് എഴുതാം? ഗാർഡൻ. പിന്നെന്താണ്? ദ ഗാർഡൻ. അടുത്ത എന്താണ്? ദ ബിഗിന് പകരം നമുക്ക് എന്താക്കാം? ബ്യൂട്ടിഫുൾ ഗാർഡൻ. ബ്യൂട്ടിഫുൾ ഗാർഡൻ. പിന്നെ എങ്ങനെ എഴുതാം? ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ. എവിടെ എഴുതാം? ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. പിന്നെയോ വേറൊരു ലൈനും കൂടെ എഴുതൂ. ദ ബ്യൂട്ടിഫുൾ, അത് ചേർത്ത് തന്നെ എഴുതുക. ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ, ഇതേ മാതൃക പോലെ തന്നെ എഴുതാനാണ് പറയുന്നത്. ഫ്രണ്ട് ഓഫ് അവർ ഹൗസ് വിച്ച് ഹാസ് ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്. അതിലെന്തുണ്ട്? നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ എങ്ങനെ എഴുതാം? ഗാർഡൻ, ദ ഗാർഡൻ, ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അടുത്ത എന്താ എഴുതണം? ദ ബിഗ് ട്രീ എന്നുള്ളതിന് പകരം നമുക്ക് എന്താണ്? ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ടു അവർ ഹൗസ്. അപ്പൊ അടുത്തതിൽ എന്താ എഴുതാം? ദ ബ്യൂട്ടിഫുൾ ഗാർഡൻ ഇൻ ടു അവർ ഹൗസ് വിച്ച് ഹാസ് ലോട്ട് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും മോഡൽസ് തരികയാണെങ്കിൽ അതേ മോഡലിൽ തന്നെ വേറെ വേർഡ് പിരമിഡോ പോയംസോ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കണം. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. Then see you again. Thank you.